നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ സ്വഭാവ വൈകല്യവും പരിഹാരവും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി മൈ ഡോക്ടറിൽ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഡയാന വിവിൻ ആണ്. ഡോക്ടർ, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന സ്വഭാവ വൈകല്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായിട്ട് കുട്ടികളിൽ കുറേ സ്വഭാവ വൈകല്യങ്ങൾ കാണാം. പഠന വൈകല്യങ്ങൾ കാണാം. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ കുറേ ബിഹേവിയേഴ്സ് കാണാം. ദാറ്റ് ഇസ് ലൈക്ക് മാലഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയും. അതുപോലെ ഈ ടെൻഷൻ അടിക്കുക, ദേഷ്യപ്പെടുക, സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിച്ചെറിയുക, പിന്നെ മാതാപിതാക്കളെ അടിക്കുക, വാശി പിടിക്കുക, ടെമ്പർ ടാൻട്രംസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തറയിൽ കിടന്ന് ഉരുളുക, പിന്നെ അതേപോലെ കുറേ ടെമ്പർ ടാൻട്രംസ്. സോ ഈ ബിഹേവിയറൽ ഇഷ്യൂസ് ഇതിലൊക്കെ വരും. അപ്പോൾ ബേസിക്കലി മാലഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയുമ്പം രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വൺ ഇസ് ഇൻട്രെൻസിക് ആൻഡ് വൺ ഇസ് എക്സ്ട്രെൻസിക്. ഇൻട്രെൻസിക് എന്ന് പറയുമ്പോൾ കുട്ടിയിലേക്ക് മാത്രമായിട്ട് ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതേപോലെ കാര്യങ്ങൾ വരുന്നത്. പുറത്തേക്ക് വരുന്നതാണ് അഗ്രഷൻ, ആങ്കർ ഔട്ട്ബേസ്റ്റ്, ഹിറ്റിംഗ്, ബീറ്റിംഗ്, ആ ഒരു എക്സ്റ്റേണലൈസിങ് ആയിട്ട്. ദാറ്റ് ഇസ് ലൈക്ക് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം, ബൈറ്റിംഗ്, ഹെഡ് ബാങ്കിങ്, തലയിടിക്കുക. സോ അതേപോലെ ബിഹേവിയേഴ്സാണ് നമ്മൾ പുറത്തേക്ക് കാണിക്കുമ്പോഴാണ് എക്സ്റ്റേണലൈസിങ് വരുന്നത്. പിന്നെ വരുമ്പോഴാണ് ഇൻറ്റേർണലൈസിങ് ബിഹേവിയേഴ്സ് ആയിട്ട് അവർ കാണിക്കുന്നത്. ഏത് പ്രായക്കാരിലായിരിക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആദ്യം തന്നെ കണ്ടു തുടങ്ങുക? ആദ്യം തന്നെ 3 വയസ്സ് മുതൽ കണ്ടു തുടങ്ങും. പിന്നെ അവർ വലുതായി ഒരു അഡോളസെന്റ്, ടീനേജ് ഒക്കെ ആവുമ്പം ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പേരൻസിനെ ഹാൻഡിൽ ചെയ്യാൻ തന്നെ. പക്ഷെ ഒരു 5 വയസ്സാകുമ്പോൾ തന്നെ പേരൻസിനെ ഡിഫിക്കൽട്ടി ആയിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബിഹേവിയർ തെറപ്പിയും സ്ട്രാറ്റജീസ് ഒക്കെ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പേരൻസിന് കഴിയുമോ? പേരൻസിന് കഴിയുമെന്ന് ചോദിച്ചാൽ സപ്പോസ് ആദ്യത്തെ ഒരു കൊച്ചാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലോ പാമ്പറിങ് ഉണ്ടാവും. ദാറ്റ് ഇസ് ലൈക്ക് ആദ്യത്തെ കൊച്ചാണ്, അപ്പോൾ ആ കുട്ടി കാണിക്കുന്ന എല്ലാം കുസൃതിയായിട്ട് അവർ മാറ്റിക്കളയത്തുള്ളൂ. പക്ഷെ അത് ബാക്കി പിള്ളേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു സ്കൂള്, പ്ലേ സ്കൂള് അങ്ങനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ആ പിള്ളേർ വേറൊരു ഡീവിയേഷനാണ് വരുന്നത്. പിന്നെ ആ ടീച്ചേഴ്സ് പറയും നിങ്ങളുടെ കുട്ടി അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇടിക്കുന്നുണ്ട്, ആ കുട്ടീനെ ഉന്തിയിട്ടു, പുഷിങ്, ഹിറ്റിംഗ്, ബൈറ്റിംഗ് ഒക്കെ ആ ബിഹേവിയർ ക്ലാസ് റൂമിൽ അവർ നോട്ടീസ് ചെയ്തിട്ട് ടീച്ചേഴ്സ് അതിനെ റിപ്പോർട്ട് ചെയ്യും. ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല, ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓടി ഓടി കളിക്കുക, ഒരു പണി ചെയ്യുമ്പോൾ ശ്രദ്ധ ഉണ്ടാവാതിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് തന്നെ അവിടെ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തോണ്ടുക. സോ ആ ബിഹേവിയേഴ്സ് എല്ലാം നാച്ചുറലായിട്ട് ടീച്ചേഴ്സ് തന്നെ ആദ്യം പിക്കപ്പ് ചെയ്യും. പിന്നെ അവർ പേരൻസിനെ ഇൻഫോം ചെയ്യും. പേരൻസ് യൂഷ്വലി ഇപ്പോൾ പേരൻസ് ഭയങ്കര ബിസിയാണ്, വെരി ബിസി. അവരുടെ കാര്യങ്ങൾ ബിസി ആയതുകൊണ്ട് അവർ വെൻ ദേ റിയലൈസ് അവർ എപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കുട്ടിക്ക് ഡിഫിക്കൽട്ടി ഉണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ക്ലാസ്സിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇൻകംപ്ലീറ്റ് നോട്ട്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വരാൻ നേരത്ത് ഡെഫിനറ്റ്ലി അവർ ക്ലിനിക്കൽ ഹെൽപ്പ് തേടി വരാറുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്ക് ആദ്യത്തെ പ്രേക്ഷകനിലേക്ക് ഒന്ന് പോകാം. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ മാഡം, ഞാൻ ട്രാൻസ്ഫോർന്നാണ് വിളിക്കുന്നത്. യെസ്. അപ്പൊ എന്റെ മോൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോ. ഓക്കെ. പുള്ളിക്കാരനെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ആരും അവനോട് ഫ്രണ്ട്സ് കൂടുന്നില്ല. അവനിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുക, അമ്മ എല്ലാവരും എന്നെ ഇങ്ങനെ ഒരുമാതിരി, എന്റെ അടുത്ത് ആർക്കും ഇഷ്ടമില്ല, എല്ലാം ഞാൻ എന്ത് ചോദിച്ചാലും അവർക്ക് കൊടുക്കും, എന്നാലും എന്നെ ആർക്കും സ്നേഹമില്ല. അങ്ങനത്തെ ഭയങ്കര ഒരു വിഷമമാണ് മാഡം എപ്പോഴും ഏത് സമയത്തും. ആണോ? അവന് സ്നേഹിക്കുന്നില്ല. ഞാൻ അവരെന്ത് ചോദിച്ചാലും കൊടുക്കും. ഞാൻ അന്ന് പനിയായിട്ട് കിടക്കുമ്പോ എന്താടാ നീ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കത്തില്ല. അതേ സമയം അവര് ഗ്രൗണ്ടിലൊക്കെ വീഴ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും. ആ സ്നേഹമൊന്നും എന്റെ അടുത്തില്ല എന്നൊക്കെ ഉള്ള ഒരു വിഷമമാണ് അവന്. ഓക്കെ. ഇപ്പൊ കൂടുതലും ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ചിൽഡ്രൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബിക്കോസ് പേരൻസ് വീട്ടിൽ ആ കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ ആ കുട്ടി ആ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ സ്കൂളിലേക്ക് പോകുന്നതാണ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഗിവിങ്. കുട്ടി എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും, കുട്ടിക്കൊന്നും റിവാർഡ് കിട്ടുന്നുമില്ല. അപ്പം ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം. ലൈക്ക് കുട്ടി കൊടുക്കുന്ന പോലെ തന്നെ തിരിച്ച് കിട്ടുന്ന ഒരു കോൺസെപ്റ്റിൽ വേണം വരാൻ വേണ്ടി. സോ ഒരാളെ ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ഹി ഷുഡ് ബി ഹാപ്പി ദാറ്റ് ഹീസ് ഹെൽപ്പിങ്. പക്ഷെ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഈ കണ്ടീഷനിൽ ഈ കുട്ടിയുടെ കണ്ടീഷന് വരികയാണെങ്കിൽ മേ ബി പേരൻസ് ഒന്ന് ടീച്ചേഴ്സിനോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ക്ലാസ് റൂം ബിഹേവിയേഴ്സ് കുറച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. യെസ്. മലപ്പുറം മമ്പാടുന്ന് വിളിക്കണ്ടേ? ഓക്കെ. എന്റെ പേര് ബഷീറാണ്. ഹലോ. യെസ്. അപ്പൊ ഞാൻ എന്റെ മോന്റെ വിവരം അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ.
മോനിപ്പോ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ. പുള്ളിക്കാരൻ ഇപ്പോ ചില സമയത്ത് ഭയങ്കര വയലന്റും ദേഷ്യം കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അവന്റെ ഒരു അനിയനും ഉണ്ട്. അപ്പൊ അനിയന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ വയലന്റ് ആവുകയാണ്. പിന്നെ 1st സ്റ്റാൻഡേർഡ് തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു, മെഡല് കിട്ടിയിരുന്നു ജില്ലാടിസ്ഥാനത്തില്. ഇപ്പൊ പഠിക്കാൻ കുറച്ച് വളരെ ബുദ്ധിമുട്ടിലാണ്. എന്ത് പറഞ്ഞാലും വളരെ ഒരു ദേഷ്യം വയലന്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മള് ചില സമയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവന്റെ അനിയനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവന് ഒരു പ്രത്യേകതരം ഒരു നോട്ടവും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അവന് തരുന്നത്. അവൻ ചെറിയ കേസിലാണ് അവൻ തൂവല്ലാതെ കിടക്കുകയാണെങ്കിൽ അവനെ സൂക്ഷിക്കുമ്പോ പോലും അതുപോലെ അവനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിഷയങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നു വിളിച്ചു. ഇതിലിപ്പോൾ 2 ആസ്പെക്റ്റ് ആണ് കൂടുതലും വരുന്നത്. വൺ ഇസ് സിബ്ലിംഗ് റൈവൽറി, ദാറ്റ് ഇസ് ലൈക്ക് സ്വന്തം അനിയനോട് കുറച്ച് ഡിഫിക്കൽട്ടീസ് തോന്നുക, ദേഷ്യം വരിക, വൈരാഗ്യം വരിക. രണ്ടാമത്തെ അക്കാഡമിക്കിൽ വരുമ്പം അക്കാഡമിക്കലി കുറച്ച് പെർഫോമൻസ് കുറയുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നോക്കിയിട്ട് ഇത് IQ എവാലുവേഷൻ നോക്കണം. ദാറ്റ് ഇസ് ലൈക്ക് 8ാം ക്ലാസ് വരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് പെർഫോമൻസ് കുറയുമ്പം ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ IQയിൽ ചിലപ്പോൾ ബുദ്ധി വികസനത്തിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. നമ്മുടെ IQ സ്കോർ വരുമ്പോൾ 90 to 110 ആണ് ആവറേജ് IQ ആയിട്ട് നമ്മൾ പറയുന്നത്. അതിൽ കുറച്ച് ഡീവിയേഷൻ വന്നാൽ പോലും ആ കുട്ടിക്ക് നല്ല രീതിയിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അത് ആക്ച്വലി പേരൻസ് മനസ്സിലാക്കണം. ആ ബുദ്ധിമുട്ടുണ്ടായിട്ട് കുട്ടി വരുന്ന ഡിഫിക്കൽട്ടീസ് ആണ് പിന്നെയും കൂടുതലുള്ളത്. അപ്പം സോ ആദ്യം ആ പഠന വൈകല്യം കാരണം നിങ്ങൾ IQ എവാലുവേഷന് നിങ്ങൾ കുട്ടീനെ കൊണ്ടുപോകണം. അത് കൂടാതെ IQ എവാലുവേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കോറും പിന്നെ ആ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി, ദാറ്റ് ഇസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, സ്പെസിഫിക് ആയിട്ട് വായിക്കാനോ എഴുതാനോ അരിത്തമെറ്റിക് മാത്സിനോ വരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവരത് റെമഡിയൽ ട്രെയിനിങ് വെച്ച് അവരത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഈ സിബ്ലിംഗ് റൈവൽറിയുടെ കേസിൽ കുട്ടിക്ക് കൂടുതലും റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം. ആസ് എൻ എൽഡർ സിബ്ലിംഗ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ കുട്ടിയോട് പറയണം, ഓക്കെ നീയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, ഇതാണ് അനിയൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഇതാണ് ചേട്ടൻ്റെ റെസ്പോൺസിബിലിറ്റി. സോ കോമൺ ആയിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ബിൽഡിംഗ് ഉണ്ടാവും. സോ ഈക്വലായിട്ട് ഈ എൽഡർ സണ്ണിനും തോന്നും, ഓക്കെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇത് എൻ്റെ കാര്യങ്ങളാണ്, എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിബ്ലിംഗ് റൈവൽറി കുറച്ച് കുറയും. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് ഒന്ന് പോകാം. ഹലോ. ഹലോ മാഡം, ചോദിച്ചോളൂ. മാഡം ചാരിമുട്ടിന്ന് വിളിക്കുവാണേ. എന്റെ മൂത്ത മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. മോക്ക് എല്ലാം നല്ലപോലെ അറിയാം, പക്ഷെ പഠിച്ചിട്ടെല്ലാം പോകും. പക്ഷെ പിന്നെ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഒന്നും പറയത്തില്ല, സംഭവം എല്ലാം മറന്നു പോകുന്ന പോലെ. പിന്നെ ചെറിയ വീട്ടിലൊക്കെ ഇച്ചിരി ദേഷ്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. സംഭവം നല്ലപോലെ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് മറന്നു പോവുക. ട്യൂഷൻ ചെല്ലുമ്പോൾ ഭയങ്കര വെപ്രാളമാണ്. പിന്നെ രാവിലെ ട്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല. എന്നാൽ ട്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് നല്ലപോലെ കഴിക്കുകയോ എല്ലാം ചെയ്യും സംഭവം. ഈ കുട്ടിക്ക് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ പഠിക്കാൻ ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പം ആ ബുദ്ധിമുട്ട് ദാറ്റ് ഇസ് ലൈക്ക് നമ്മളൊരു 6 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ ഉള്ള ദേഷ്യം, വൈരാഗ്യം എല്ലാം തന്നെ ആ കുട്ടിയുടെ ഒരു നാച്ചുറൽ ഇമോഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടിയുടെ ബുദ്ധി വികസന ടെസ്റ്റ് ചെയ്യണം. ബുദ്ധി വികസന ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു IQ സ്കോർ എടുത്ത് നോക്കണം. ദാറ്റ് ഇസ് ലൈക്ക് നോർമൽ ആണോ, ഡീവിയേഷൻ വല്ലതുണ്ടോ. ഈ 90 to 110 ഇസ് ആൻ ആവറേജ് സ്കോർ ആണെങ്കിലും ആ 90, 89 ആയാലും ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് 1-to-1 ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകും. ദാറ്റ് ഇസ് ലൈക്ക് ഒരാൾ ഈ കുട്ടിയുടെ കൂടെ ഇരുന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് വേണ്ടിയത്. കാരണം കുട്ടിക്ക് ശ്രദ്ധക്കുറവും ഉണ്ടാവും. കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടും പിന്നെ ഓർമ്മശക്തി ഉണ്ടാവാതിരിക്കുന്നത് ബിക്കോസ് ശ്രദ്ധക്കുറവിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിംറ്റം ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തെറപ്പിയും കൂടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഡോക്ടർ, കുട്ടികൾ ദേഷ്യപ്പെടുമ്പോഴോ വാശി കാണിക്കുമ്പോഴോ ഒക്കെ, അത് സാധാരണ കുട്ടികൾ ദേഷ്യപ്പെടാറും വാശി കാണിക്കാറും ഒക്കെ ഉണ്ട്. ഇത് പക്ഷേ ഒരു ഡോക്ടറിന്റെ ഹെൽപ്പിലേക്കൊക്കെ പോകേണ്ടത് ഏത് സമയത്താണ്? ബിക്കോസ് എല്ലാ പിള്ളേർക്കും അവരുടേതായ കുരുത്തക്കേട് കാണും, അവരുടേതായ നോട്ടിനെസ് കാണും. പക്ഷെ എപ്പോഴാണ് അവർക്ക് ക്ലിനിക്കൽ ഹെൽപ്പ് വേണ്ടതെന്ന് വെച്ചാൽ വെൻ ദ പേരൻസ് ക്യാനോട്ട് കൺട്രോൾ, പേരൻസിനെ കൈവിട്ട് പോവാണ്, പേരൻസിനെ തല്ലാൻ വരികയാണ്, പേരൻസിനെ ബാക്ക് ആൻസർ ചെയ്യാണ്, അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ലെവൽ വരുമ്പം ഡെഫിനറ്റ്ലി പേരൻസിൻ്റെ ഔട്ട് ഓഫ് കൺട്രോളായി. അപ്പോൾ ക്ലിനിക്കൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ പേരൻറ്റിങ് സ്റ്റൈൽസ് എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പേരൻസിനെ നല്ല രീതിയിൽ കൗൺസിൽ ചെയ്യും. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകേണ്ടത്, കുട്ടി സ്റ്റബേൺ ദാറ്റ് ഇസ് ലൈക്ക് വാശി പിടിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് ആ ബിഹേവിയർ തെറപ്പിയുടെ ആ ഒരു സ്ട്രാറ്റജീസും സ്റ്റേറ്റസും വെച്ച് നമ്മൾ അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ദാറ്റ് ഇസ് ലൈക്ക് പേരൻസ് എപ്പോഴാണ് ക്ലിനിക്കൽ ഹെൽപ്പ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ വെൻ ദ പേരൻസിൻ്റെ ഔട്ട് ഓഫ് കൺട്രോൾ സ്റ്റുഡൻസ് ആകുമ്പോഴാണ് ആ സമയത്ത് അവർ ഹെൽപ്പ് ചോദിക്കുന്നത്. ഓക്കെ ഡോക്ടർ, അടുത്ത പ്രേക്ഷകരുണ്ട്. ഹലോ.
ഹലോ, ചോദിച്ചോളൂ. ഡോക്ടറെ, അവനെ ഇങ്ങനെ എന്റെ ചേച്ചിയുടെ മോനെ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. അവനെ ഇങ്ങനെ ഭയങ്കര ഒട്ടും ആക്റ്റീവ് അല്ല. ഒന്നിനും സ്കൂളിലൊക്കെ പോയാലും ഒന്നിനും ഒരു ആക്റ്റീവ് അല്ല. ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ട്യൂഷന് പോയി തല കുമ്പിട്ടിരിക്കും. അപ്പൊ പഠിക്കുന്നത് മാത്രം ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. ഇത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനത് കിട്ടില്ല, മറന്നുപോയി. അവൻ തന്നെ പറയും എനിക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ പഠിച്ചിട്ട് മറന്നുപോയി, എനിക്ക് കിട്ടണില്ല എന്നൊക്കെ പറയും. ഒട്ടും ആക്റ്റീവ് അല്ല ആള്. ഈ കുട്ടിക്ക് 2-3 തിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വൺ തിങ് ഇസ് ലൈക്ക് കുട്ടിയുടെ ആക്ടിവിറ്റി ലെവൽ കുറവാണ്, വിച്ച് ഇസ് ലൈക്ക് ഒരു ഡൾ ചൈൽഡായിട്ട് വരും. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാൻ, പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതൊക്കെയാണ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിനും ബുദ്ധിവികസന ടെസ്റ്റ് ആദ്യം തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല 90 to 110 ആണ് ആവറേജ്. ആ 1989, 88, 87 വന്നാൽ പോലും കുട്ടിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പഠിക്കാനും എഴുതാനും വായിക്കാനും എല്ലാം തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. ഹലോ ഡോക്ടർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. എന്റെ മോനെ 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ ഈ വർഷം 4ാം സ്റ്റാൻഡേർഡിൽ. ഓക്കെ. പക്ഷെ കുട്ടി ഭയങ്കര ദേഷ്യമാണ്, പഠിക്കാനൊക്കെ വളരെ ബാക്കിലോട്ടാണ്. നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ആ പുസ്തകം മടക്കി വയ്ക്കും. പിന്നെ ചില സമയത്ത് കൂടെ ഇരുന്ന് പഠിപ്പിക്കുമ്പോ വായിക്കാറുമുണ്ട്. കുറച്ച് കുസൃതിയും കുറച്ച് നിർബന്ധ ബുദ്ധിയും കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഈ കുട്ടിക്ക് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ബിഹേവിയറൽ ഇഷ്യൂസ് ആണ് അധികമായിട്ടുള്ളത്. ദാറ്റ് ഇസ് ലൈക്ക് ദേഷ്യപ്പെടുക, പഠിക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുക, പഠിക്കാൻ വിളിക്കാൻ നേരത്ത് കുരുത്തക്കേടൊക്കെ കാണിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ദേഷ്യം കൺട്രോൾ ആകാൻ വേണ്ടി നിങ്ങൾ കുറച്ച് പണിഷ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കുട്ടീനെ അടിക്കുക, പിച്ചുക, മാന്തുക, ഒരു തരത്തിലുള്ള ദേഹോപദ്രവം ഒന്നും ആയിരിക്കരുത്. കുട്ടിക്ക് ഇഷ്ടമുള്ള സംഗതി കുട്ടിയിൽ നിന്ന് ടെമ്പററി ആയിട്ട് മാറ്റുക. പിന്നെ ഇഷ്ടമല്ലാത്തതൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്യുക. സപ്പോസ് ഇഷ്ടമുള്ള സൈക്ലിംഗ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ ആ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ടൈമിംഗ് കൊടുക്കുക. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടി പോയി കളിച്ചോളം പറയാം. ആ ടൈമിങ്ങിൽ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അന്നത്തെ പ്ലേ ആക്ടിവിറ്റി വിൽ ബി ക്യാൻസൽഡ് കംപ്ലീറ്റ്ലി. അപ്പം അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പണിഷ്മെൻറ്റ് സ്ട്രാറ്റജീസ് നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ബിഹേവിയർ ഇഷ്യൂസ് ഓഫ് ആങ്കർ നല്ല രീതിയിൽ കുറഞ്ഞു വരാം. അത് കഴിഞ്ഞിട്ട് പഠിത്തത്തിലെ ഡിഫിക്കൽട്ടീസ്, ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ഓക്കെ ഡോക്ടർ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ, ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. ഓക്കെ. മൂത്ത കുട്ടി പഠിക്കാൻ മിടിക്കുകയാണ്. 1ാം ക്ലാസ് എല്ലാ ഇതിലും വിഷയത്തിലും എല്ലാവരും പഠിക്കാൻ മിടിക്കുകയാണ്. രണ്ടാമത്തെ കുട്ടി കുറച്ച് കുറവാണ്. അപ്പൊ മൂത്തവളും രണ്ടാമത്തോളും തമ്മിൽ ഇങ്ങനെ വലിയ ഒരു എപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ചേർച്ചയില്ലായ്മ, അത് എന്തെങ്കിലും വൈകല്യാണോ? അതിനകത്ത് അത് സിബ്ലിംഗ് റൈവൽറിയിൽ വരുന്നതാണ്. ദാറ്റ്സ് ലൈക്ക് എൽഡർ കുട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, സെക്കൻഡ് കുട്ടി നന്നായി പെർഫോം ചെയ്തില്ല എന്നുള്ള കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷൻ വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എൽഡറിനോട് കുറച്ച് പ്രിവിലേജസ് ഒക്കെ മാറ്റിയിട്ട് ആ കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി ബിൽഡിങ് കൊടുക്കണം. ദാറ്റ് ഇസ് ലൈക്ക് ആ ബോണ്ടിങ് ശരിയാക്കണം. ദാറ്റ് ഇസ് ലൈക്ക് 2 സിബ്ലിങ്സ് തമ്മിലുള്ള ബോണ്ടിങ് ശരിയാക്കിയിട്ട് വേണം ആ എൽഡർ കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി ബിൽഡിങ്. അതൊരു ഷെഡ്യൂളാണ്, അതൊരു ബിഹേവിയർ സ്ട്രാറ്റജി ഒരു ഷെഡ്യൂളായിട്ട് വരും. അതും കൂടി ചെയ്തിട്ട് വേണം ആ കുട്ടി, ദാറ്റ് ഇസ് എൽഡർ കുട്ടിയോട് പറയണം ഞങ്ങൾ കുട്ടീനെ പഠിത്തത്തിൽ സഹായിക്കാൻ വേണ്ടി. കാരണം ജെനുവൻലി ചിലപ്പോൾ യങ്ങർ കുട്ടിക്ക് പഠന വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ ഒരു ബാലൻസിലായി കഴിഞ്ഞാൽ പിന്നെ ഈ യങ്ങർ കുട്ടീനെ നിങ്ങൾക്ക് ഇവാലുവേഷന് കൊണ്ടുവരാം. ഓക്കെ ഡോക്ടർ, കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് പാരൻസിനുള്ള റോൾ എന്തൊക്കെയാണ്? പേരൻസിനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ. ബിക്കോസ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട് ആൻഡ് ദ കൺട്രോൾ. നല്ല രീതിയിൽ പേരൻസ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു പേടി ഉണ്ടാവില്ല. അവർക്ക് എല്ലാ റിസ്ക് എടുക്കാനും, ദാറ്റ് ഇസ് ലൈക്ക് ഒരു പരീക്ഷ എഴുതാൻ നേരത്തെ ടെൻഷൻ അടിക്കാതിരിക്കാനും, അല്ലെ ഏതെങ്കിലും ഒരു ഇന്റർ സ്കൂൾ കോമ്പറ്റീഷന് പോകാൻ നേരത്തെ ഫെയിലിയർ ആണെങ്കിൽ തന്നെയും അത് തിരിച്ച് വീട്ടിൽ വന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവും ഇഫ് ദ പാരന്റൽ സപ്പോർട്ട് ഈസ് ആഡിക്വറ്റ്. അതിൻ്റെ കൂടെ തന്നെ മോണിറ്ററിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് പേരൻസ് പിള്ളേർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ പോകുന്നുണ്ട്, കൺട്രോളിങ്ങും മോണിറ്ററിങ്ങും
ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുമ്പം, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പം, പ്ലേ സ്റ്റേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പം, എസ്പെഷ്യലി മണി വെച്ച് ഡീൽ ചെയ്യുമ്പോഴും പാരൻ്റൽ കൺട്രോൾ ഇസ് നീഡഡ്. അതൊരു ബാലൻസിൽ വരാൻ നേരത്ത് ചിൽഡ്രനും വെരി കോപ്പറേറ്റീവും ആയിരിക്കും, അണ്ടർസ്റ്റാൻഡിങ്ങും ആയിരിക്കും. അവരുടെ ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റും അവരുടെ ഒരു സൈക്കോളജിക്കൽ ബീയിങ്ങും ഭയങ്കര ഹെൽത്തി ആയിട്ട് വരും. അതിനകത്ത് വേരിയേഷൻസ് ഉണ്ടാകുമ്പോഴാണ് പിന്നെയും പിള്ളേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു കുട്ടി വീട്ടിലേക്ക് വിളിച്ചു പറയാണ് എനിക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല, കുറച്ച് ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒരു കോപ്പറേറ്റീവ് പേരൻ്റ് ആണെങ്കിൽ, ദറ്റ് ഇസ് ലൈക്ക് ഒരു അതോറിറ്റേറ്റീവ് പേരൻ്റ് ആണെങ്കിൽ അവർ പറയും ഓക്കെ മോളെ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നോളൂ, ഫ്ലെക്സിബിൾ ആയിരിക്കും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫാദറിന് മനസ്സിലാവുന്നതിൽ മോൾക്ക് പണിയുണ്ട്, അതുകൊണ്ടാണ് ലേറ്റായിട്ട് വരുന്നത്. അപ്പോൾ മോണിറ്റർ ചെയ്യണം. ചിലപ്പോൾ ആ കുട്ടി കള്ളം പറയുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് പോയിട്ട് ഓക്കെ ഏതൊരു ജെറോക്സ് ഷോപ്പിൽ ഇരിക്കുന്നത്, ഞാൻ വന്ന് പിക്ക് ചെയ്യാം, ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ദാറ്റ് ഇസ് ലൈക്ക് ദ സപ്പോർട്ടും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഫാദറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അഷ്യൂറൻസും ഉണ്ട്. ലൈക്ക് അവിടെ തന്നെയാണ്, സോ കുഴപ്പമൊന്നുമില്ല. സോ ആ ട്രസ്റ്റ് ബിൽഡിങ് അവിടെ തന്നെ ഡെവലപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇറ്റ് ഇസ് ലൈക്ക് കംഫർട്ടബിൾ, നോർമലാണ്, കുട്ടിക്ക് ഒരു സൈക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പേരൻസ് പറയാണ് പറ്റില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഷുഡ് ബി ഫോളോഡ്, 6 o'clock എന്ന് പറഞ്ഞാൽ 6 o'clock മാത്രമാണ്, തിരിച്ചു വരാൻ നേരത്ത് കുട്ടിക്ക് അടി കൊടുക്കുക. സോ ആ കുട്ടി സബ്മിസീവായി. എന്നിട്ട് ജെന്യുവൻ റീസൺ ആണ്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫ്ലെക്സിബിൾ ആയില്ലെങ്കിൽ അതിൻ്റെ ആ ഡിഫിക്കൽട്ടീസ് കുട്ടിയിൽ കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ. ഞാൻ തെങ്ങമത്തുനിന്ന് വിളിക്കുകയാണ്. ഹലോ. പറയൂ. എന്റെ മോന് ഓഗസ്റ്റ് ആവുമ്പോ 4 വയസ്സാവും. അപ്പൊ അയാളിപ്പോ അക്ഷരം പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ആണെങ്കിൽ അയാൾക്ക് സംസാരത്തിനൊരു ഡിലേ ഉണ്ടായിരുന്നു. സ്പീച്ചിങ് തെറാപ്പിക്ക് കൊണ്ടുവന്നുണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ കൊണ്ടുവന്നില്ല. അപ്പൊ അയാൾക്കാണെങ്കിൽ ദേഷ്യം, ഇപ്പൊ രാവിലെ വന്നിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞ ശേഷം ഭയങ്കര ദേഷ്യം, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെ ഒരു പറയുന്നത് കേൾക്കാനൊരു ബുദ്ധിമുട്ട്. നമ്മൾ പറയുന്നൊന്ന് കേൾക്കത്തൊന്നും ഇല്ല. ഈ കുട്ടിക്ക് ഞാൻ പറഞ്ഞുതരാം, സ്പീച്ചിന് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടിക്ക് നിങ്ങൾ എക്സ്ട്രാ സിമ്പത്തി കൊടുക്കുന്നുണ്ടെന്ന് കുട്ടിക്ക് നല്ല രീതിയിൽ അറിയാം. അത് കുട്ടി നല്ല രീതിയിൽ മുതലെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ വീട്ടിലിപ്പോൾ നടക്കുന്നത്. കാരണം സ്പീച്ച് തെറപ്പിക്ക് പോയി വന്നിട്ട് പഠിത്തത്തിന് ആ ഒരു ലെറ്റർ ലേണിംഗ്, ഒരു നിങ്ങൾ പ്രൈമറി സ്കൂളായിരിക്കും വിടുന്നത്. പ്രൈമറി സ്കൂളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് കുട്ടി ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ നേരത്ത് നിങ്ങൾ ഒരു കാരണവശാലും കുട്ടി ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദാറ്റ് ഇസ് കുട്ടി നിങ്ങളെ അടിക്കുകയോ കുട്ടീനെ തന്നെ, ദാറ്റ് ലൈക്ക് സെൽഫ് ഹാമിങ് ബിഹേവിയർ എന്ന് പറയും. കുട്ടീനെ തന്നെ ഉപദ്രവിക്കുക, കുട്ടി വേറൊരാളെ ഉപദ്രവിക്കുക, ദാറ്റ് ഇസ് ഷുഡ് നോട്ട് ബി ആക്സെപ്റ്റഡ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾ പണിഷ്മെന്റ് സ്ട്രാറ്റജീസ് നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, കുട്ടികളുടെ സ്വഭാവ വൈകല്യം അവരുടെ പഠനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഡെഫിനറ്റ്ലി അത് ബാധിക്കും. എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് കുട്ടിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് വെച്ചോ, ദാറ്റ്സ് ലൈക്ക് പിരിപിരിപ്പാണ്, അവിടെ ഇരിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുകയാണെങ്കിൽ പഠിക്കാനിരിക്കുമ്പോഴും ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴും ശ്രദ്ധിക്കില്ല. ടീച്ചർമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കുട്ടി ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ കുശുപിശ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ലൈക്ക് ഡിസ്റ്റർബിങ് ദ ഹോൾ ക്ലാസ് ആണ്. സോ ഡെഫിനറ്റ്ലി ബിഹേവിയറൽ ഇഷ്യൂ വരാൻ നേരത്ത് അത് നല്ല രീതിയിൽ അക്കാഡമിക്സിനെ ബാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഇൻകംപ്ലീറ്റ് നോട്ട്സ് ആയിരിക്കും വരുന്നത്. ഇൻകംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. എക്സാമിനേഷൻ വരുമ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ട്. എഴുതി തീർക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ടൊന്ന് വായിക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. സോ ഇംപേഷ്യൻസും അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഓക്കെ ഡോക്ടർ, വീണ്ടും കോളർ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടർ. മാഡം, ഞാൻ കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോളിപ്പോൾ 4ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്. മോക്ക് എന്താന്ന് വെച്ചാല് എല്ലാം സ്ലോയാ, പക്ഷെ പഠിക്കാൻ നല്ല സ്മാർട്ടാ, ഫസ്റ്റാ ക്ലാസ്സിലൊക്കെ, എല്ലാ കാര്യത്തിനും സ്മാർട്ടാ. പക്ഷെ എന്ത് നമ്മൾ പറഞ്ഞാലും അത് ചെയ്യത്തില്ല. പുള്ളിക്ക് തോന്നിയാ മാത്രമേ ഉള്ളൂ ചെയ്യുള്ളൂ. പിന്നെ മോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എപ്പോഴും ഇങ്ങനെ നിലത്തോട്ട് നോക്കി നിന്ന് ആലോചിച്ചോണ്ട് നിൽക്കുക. അതെന്താന്നറിയത്തില്ല, അങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. കുട്ടിക്ക് അനുസരണക്കേടുണ്ടല്ലേ? അനുസരണക്കേടുണ്ട്. പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ക്ലാസ്സിലെ വർക്കാണ് ചെയ്യത്തില്ല. എന്നാ അത്
ക്യാച്ച് ചെയ്ത് വെക്കും, ഇന്നതാ തെറ്റെന്നുള്ളതൊക്കെ അറിയാം കുട്ടിക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പേരൻസ് കുറച്ചും കൂടെ കുട്ടിയുടെ ആക്ടിവിറ്റീസ് ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. ലൈക്ക് കുട്ടി എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകുന്നുണ്ട്, ക്ലാസ് റൂമിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, തിരിച്ച് വീട്ടിൽ വന്നാൽ നിങ്ങളൊരു ടൈം ടേബിൾ ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ കുറച്ച് റീഇൻഫോഴ്സ്മെൻറ്റും കൊടുക്കണം. ദാറ്റ് ഇസ് ലൈക്ക് നല്ല കാര്യങ്ങളും കുട്ടികൾ ചെയ്യാൻ നേരത്തെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുട്ടിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് വരും. ഓക്കെ ഡോക്ടർ, അടുത്തൊരു ഇടവേളയ്ക്ക് കൂടെ സമയമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മൈ ഡോക്ടർ തുടരും. സീറ്റ് നമ്പർ 30 ഇത് നടക്കില്ല. നല്ലതേ നടക്കൂ. പാരഗൺ പാരലൈൻ, നല്ലതേ നടക്കൂ. എവർലാസ്റ്റ് അലൂമിനിയം റൂഫിംഗ് ഷീറ്റ്സ് ഇപ്പോൾ കൂടുതൽ വീതി, കൂടുതൽ കവറേജ്. ഹിൻഡാൽകോ, അലൂമിനിയം രംഗത്തെ വിശ്വപ്രമുഖരിൽ നിന്ന്. ചിന്തിക്കൂ മലയോളം. മൈ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ. ഹലോ മാഡം, ഞാൻ വടകര എന്നാണ്. ഹലോ, പറയൂ. ഹലോ, എൻ്റെ മകന് 7ാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അവന് പുസ്തകം തുറന്നു നോക്കുമ്പോ ഭയങ്കര തല ചൊറിച്ചല്, പിന്നെ ഒട്ടാകെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായിക്കാന് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, എഴുതാന് എക്സാം അടുത്താ പിന്നെ ആൻസർ ഒന്നും എഴുതൂല, പഠിച്ചതാണെങ്കിലും എഴുതൂല, ക്വസ്റ്റ്യൻ ഫുള്ളും വായിച്ചു നോക്കൂല. കളിക്കാനെല്ലാം നല്ല സ്മാർട്ടാ. ഈ കുട്ടിക്കാണ് ഞാൻ പറഞ്ഞ പോലെ ഇൻട്രൻസിക് ബിഹേവിയറൽ ഇഷ്യൂ വരുന്നത്. ദാറ്റ് ഇസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ കുട്ടി ഇൻട്രൻസിക് ആയിട്ട് തലവേദന, കൈവേദന, അവിടെ വേദന, ഇവിടെ വേദന, പിന്നെ തല ചൊറിയുക, പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തു പോവുക, പിന്നെ പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, അക്കാഡമിക് റിലേറ്റഡ് ഉള്ള ആക്ടിവിറ്റീസിനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ജെനുവൻ ആയിട്ട് കുട്ടിക്ക് പഠന വൈകല്യം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. IQ ഇവാലുവേഷൻ നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുട്ടീനെ കൊണ്ട് അത് ഫോളോ ചെയ്യാനും ട്രൈ ചെയ്യിപ്പിക്കണം. ഓക്കെ ഡോക്ടർ, പാരന്റിങ് സ്റ്റൈൽ എങ്ങനെയാണ് മാറ്റേണ്ടത് കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട്? കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി പേരൻസ് കൂടുതലും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ കൂടുതലും സമയം പിള്ളേരോടൊപ്പം ചിലവാക്കണം. അവരുടെ ഓരോ കാര്യങ്ങളും സ്കൂളിൽ പോകുന്ന ആക്ടിവിറ്റീസും തിരിച്ചു വരുന്ന വേറെയുള്ള ആക്ടിവിറ്റീസ് ഡീറ്റെയിൽ ആയിട്ട് പറയണം. കാരണം ചിലപ്പോൾ സ്കൂളിൽ അവർ നല്ല രീതിയിലുള്ള അബ്യൂസീവ് ആയിരിക്കും. ടീച്ചർമാർ അബ്യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ കൂട്ടുകാരന്മാർ അബ്യൂസ് ചെയ്യാം. അപ്പോൾ അത് പേരൻസ് ഷുഡ് ബി വെരി വിജിലൻറ്റ്. അവർ അറിഞ്ഞിരിക്കണം. ലൈക്ക് എൻ്റെ കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുന്നവരെ ദേഹ ഉപദ്രവം നടന്നിട്ടുണ്ടോ, കുട്ടീനെ ആരെങ്കിലും ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടോ, കുട്ടീനെ ആരെങ്കിലും ടീച്ചേഴ്സ് ആരെങ്കിലും കോർണറിൽ നിർത്തി വല്ല പണിഷ്മെൻറ്റ് വല്ല നടത്തിയിട്ടുണ്ടോ. അപ്പം നല്ല രീതിയിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ചൈൽഡും പേരൻറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പേരൻസിന് മനസ്സിലാവാം. പിന്നെ മണി കൊടുക്കാൻ നേരത്ത് ഓരോ പൈസയ്ക്കും യു ഹാവ് ടു ആസ്ക് how much of account it has been done. കാരണം എന്താ വെച്ചാൽ കൂടുതലും പിള്ളേർക്ക് ദി ഡോണ്ട് ഹാവ് എ വാല്യൂ എന്നല്ല ഞാൻ പറയണത്, അവർക്ക് വാല്യൂ ഉണ്ട്, പക്ഷേ ദി ആർ സ്പെൻഡിങ് ഫോർ അൺനെസസറി തിങ്സ്. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത് വരികയാണെങ്കിൽ ലോട്ട് ഓഫ് റോങ് മിസ്ലീഡിങ് ആയിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ട്, മിസ്ലീഡിങ് ഉള്ള ഒരു കുറേ ഔട്ട്ലെറ്റ്സും ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പേരൻസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മോണിറ്ററിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ട് പിള്ളേരെ നല്ലതായിട്ട് എൻകറേജ് ചെയ്താൽ ദേ വിൽ ബി ഫ്ലറിഷിംഗ് വിത്ത് സൂപ്പർ കളേഴ്സ്. ഓക്കെ ഡോക്ടർ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടർ. ഹലോ ഡോക്ടർ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ എന്റെ മകന് വേണ്ടി വിളിക്കുകയാണ്. അവന് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ 4 വരെ നന്നായി പഠിക്കുമായിരുന്നു. അപ്പം നമ്മൾ കൂടുതൽ പഠിത്തത്തിൽ പ്രസ് ചെയ്തില്ല. കാര്യമായിട്ട് അവൻ നല്ലതായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രസ് ചെയ്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുതൽ അവൻ നല്ലതായിട്ട് ഉഴപ്പാൻ തുടങ്ങി. പക്ഷെ മറ്റുള്ള ആക്ടിവിറ്റീസിലെല്ലാം അവൻ നല്ല കലാപരിപാടിയാണേലും സ്പോർട്സ് ആണേലും അല്ല TV, കമ്പ്യൂട്ടർ എല്ലാത്തിനകത്തും അവൻ പഠിക്കുന്ന അവന് ഓർമ്മ നിൽക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഈ കുട്ടിക്ക് ശ്രദ്ധയില്ലാത്തതിന് കുഴപ്പമാണ്. കാരണം നല്ല രീതിയിൽ പഠിച്ചിരുന്ന കുട്ടി പിന്നെ പെട്ടെന്ന് പഠിത്തത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ആകുന്നത് ബിക്കോസ് ശ്രദ്ധ കുറവ് കൊണ്ടാണ്, ഡിസ്ട്രാക്റ്റബിലിറ്റി കൂടുന്നതുകൊണ്ടാണ്. കുറച്ച് ഈ ശ്രദ്ധ കൂട്ടാനുള്ള ആക്ടിവിറ്റീസ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടുത്ത് പോയാൽ അവർ ഹെൽപ്പ് ചെയ്ത് തരും. ദാറ്റ് ഇസ് ലൈക്ക് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയും. അത് കൂടുമ്പം ഹൈപ്പർ ആക്റ്റീവ് കുറയും. ചിലപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ പഠിച്ച് തീർക്കേണ്ട സംഗതി ചിലപ്പോൾ കുട്ടി മണിക്കൂറോളം പഠിച്ചാലും കിട്ടത്തില്ല.
അപ്പോൾ അത് ശ്രദ്ധ കൂടുകയാണെങ്കിൽ 5 മിനിറ്റിൽ പഠിച്ചു തീർക്കേണ്ട സംഗതി 5 മിനിറ്റിൽ തന്നെ തീർക്കാം. അതിനകത്ത് ഡിഫിക്കൽട്ടീസ് വല്ല ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് IQ വാല്യൂഷന് പോകേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി, ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഒരുപാട് വിവരങ്ങൾ പങ്കുവച്ചതിനും. താങ്ക് യു സോ മച്ച്. മൈ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം.